വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് പിടിക്കണമെന്ന മോഹവുമായിട്ടാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് കറങ്ങി നടക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ കളിക്കുകയും മാത്രമല്ല വോട്ടുകൾ തന്റെ പെട്ടിക്കുള്ളിൽ വീഴ്ത്താൻ ജനത്തെ കയ്യിലെടുക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അഖിലേഷ് യാദവ്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ വമ്പൻ വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ സമാജ്വാദി പാർട്ടി അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് വർഷം തോറും 40,000 രൂപ നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്നത്. BJP ഭരണകാലത്ത് സ്ത്രീകൾക്കുണ്ടായ നഷ്ടം അത് നികത്താനാണ് ഈ ഒരു തീരുമാനം താൻ എടുത്തിരിക്കുന്നതെന്ന വിശദീകരണമാണ് അഖിലേഷ് യാദവ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒന്നോർക്കണം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി തന്നെ മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ ഇവിടെ കോപ്പിയടിക്കുകയാണ് ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്ന എന്ന പരിഹാസമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതേപോലെ തന്നെ ബീഹാറിൽ BJP സർക്കാർ സ്ത്രീകൾക്ക് 10,000 രൂപ നൽകാമെന്നതായിരുന്നു, അവിടെ ജയിച്ചാൽ തങ്ങൾ നൽകാമെന്ന് വ്യക്തമാക്കുകയും എന്നാൽ 40,000 രൂപ നൽകാമെന്നതായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രസ്താവന. ഇത്രയും വലിയ തുക നൽകാനുള്ള ഫണ്ടിനായി അവർ എന്തു ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് അഖിലേഷ് യാദവ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: തങ്ങൾ അതിനായി തന്നെ വായ്പ എടുക്കും എന്നതാണ് പറയുന്നത്. രാജ്യത്തെ വ്യവസായികൾ 2 ലക്ഷം കോടി രൂപ വരെ വായ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വായ്പ എടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അഖിലേഷ് യാദവ് ചോദിക്കുന്നുണ്ട്. നിലവിൽ ഉത്തർപ്രദേശിലെ BJP സർക്കാർ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കുമെന്നും അഖിലേഷ് യാദവ് വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. BJP സർക്കാരിന്റെ പരാജയത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്നും BJP സർക്കാർ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു, ബജറ്റിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അതുമാത്രമല്ല, അഖിലേഷ് യാദവ് ആകട്ടെ UP-യിൽ മദ്രസ അധ്യാപകർക്ക് നിയമ നടപടിയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു വിവാദ ബില്ല് അത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പിൻവലിച്ചതും. ന്യൂനപക്ഷ പ്രീണനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ 2016 അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി സർക്കാരാണ് ഈ ബില്ല് പാസാക്കിയത്. ഈ ബില്ല് പിൻവലിച്ചതോടുകൂടി തന്നെ മദ്രസ അധ്യാപകർക്കെതിരായ പോലീസിന് നടപടിയെടുക്കാൻ, അതായത് അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇനി സാധിക്കും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടാണ് 2016 ബില്ല് പാസാക്കിയതെന്നും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ആ നിയമപ്രകാരം എന്ത് കുറ്റം ചെയ്താലും മദ്രസ അധ്യാപകർക്കും ജീവനക്കാർക്കും എതിരായ കേസെടുക്കുവാനോ അല്ലെങ്കിൽ അന്വേഷിക്കുവാനോ സാധിക്കുമായിരുന്നില്ല. അന്നത്തെ ഗവർണർ റാം നായിക് ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു എന്നതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഭരണഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി പിന്നീട് ബിൽ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ സമാജ്വാദി പാർട്ടി സർക്കാരിന്റെ കാലത്ത് ബിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് 2017 BJP അധികാരത്തിൽ എത്തുകയും ചെയ്തു. ഈ ബില്ല് പിൻവലിക്കാനുള്ള നിർദ്ദേശത്താണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നതും. അതേപോലെ തന്നെ മദ്രസ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് അത് റദ്ദാക്കിയതായും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.